മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളുടെ തീരമേഖലകളിലാണ് കടലാക്രമണം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ശക്തമായതോടെ കടലാക്രമണവും അതിരൂക്ഷമായിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശമായ വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുതോപ്പ് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. പല വീടുകളും കടലെടുത്തു. കാലവർഷം ശക്തമായതോടെ കടൽ വളരെയധികം പ്രക്ഷുബ്ധമാണ്. ബന്ധുവീടുകൾ ഓരോരോ വീടുകളിൽ ഓരോരുത്തർ നിൽക്കുകയാണ്. പല പല വീടുകളിലായിട്ട് നിർത്തിയൊക്കെയാണ് ഞങ്ങൾ. ഒന്നിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർ ഇത്രയും ദിവസമൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. എറണാകുളം ജില്ലയിൽ തീരപ്രദേശങ്ങളായ എടവനക്കാട്, ഞാറയ്ക്കൽ, നായരമ്പലം, കണ്ണമാലി എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണ്. വീടുകളിലടക്കം വെള്ളം കയറി. കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് 2 ആഴ്ചയായി ഈ ദിവസം തുടങ്ങിയിട്ട് യാതൊരു രീതിയിലുള്ള പരിഹാരമാർന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാറില്ല. ഈ മണൽ വാട മാത്രം ഉണ്ടാവും. അത് ഒഴുകി കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും വെള്ളം കയറും. അതുണ്ടെങ്കിൽ പുലിമുട്ടോടുകൂടിയുള്ള ഒരു കടൽഭിത്തി നിർമ്മാണമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. ആ പരിഹാരം കാണുവാനായിട്ട് അധികാരികൾ ഇതുവരെ ഒരു ശാശ്വതമായ പരിഹാരം കാണുവാനായിട്ട് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. കേരള തീരത്ത് നാളെ രാത്രി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലങ്ങളായുള്ള തീരദേശവാസികളുടെ തീരാദുരിതമാണ് ഈ കാണുന്നത്. ഇനിയെങ്കിലും ശാശ്വത പരിഹാരത്തിന് അധികാരികൾ അതിവേഗം ഇടപെടണമെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. ക്യാമറമാൻ വിനോദിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.